നൽകിയ നന്മകൾക്കെല്ലാം നന്ദി, വർണ്ണിപ്പനാവു പോരാ. നന്ദിയോടെ സ്തുതി പാടിടുമേ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അൽബമത്തിലും ബ്രദർ മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി തീത്തോസ് 3:5-7 വരെ വായിക്കാം. അവൻ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല, തൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജന്മ സ്നാനം കൊണ്ട് നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ട് തന്നെ. സ്തോത്രം. രക്ഷ നമ്മുടെ പ്രവൃത്തികളാലല്ല, അത് പൂർണ്ണമായി ദൈവത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. തൻ്റെ കരുണയാലാണ് അവൻ നമ്മെ രക്ഷിച്ചത്. കൃപയാൽ ആണ് അവൻ നമ്മെ രക്ഷിച്ചത്. കൃപയാൽ ഞാൻ ദൈവമകളായി തീർന്നു. അത് അത്യത്ഭുതവുമാണ്. നാം നമ്മുടെ രക്ഷയെക്കുറിച്ച് ചിന്തിച്ചാൽ യാതൊരു യോഗ്യതയുമില്ലായിരുന്ന നമ്മെ അവൻ തിരഞ്ഞെടുത്തു. രക്ഷ ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന് യോന എപ്പോൾ മനസ്സിലാക്കിയോ ആ സമയം അവനെ കരയിൽ ചതിച്ചു എന്ന് നാം യോന 2:9-10 വായിക്കുന്നു. ഇവിടെ നാം കരുണ, കൃപ എന്നീ വാക്കുകൾ ശ്രദ്ധിക്കുക. തൻ്റെ കരുണപ്രകാരമാണ് നമ്മെ രക്ഷിച്ചത്. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്ര നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എഫേസ്യർ 2 നാം വായിക്കുന്നു. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടു. നീതീകരിക്കുക എന്നാൽ എന്താണ്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. 1 കൊരിന്ത്യർ 6:11. പരിശുദ്ധാത്മാവിനാലാണ് നമുക്ക് ശുദ്ധീകരണവും നീതീകരണവും ലഭിച്ചത്. നമ്മെ രക്ഷിക്കുക മാത്രമല്ല, വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. നാം വിശ്വസിച്ച മാത്രയിൽ പരിശുദ്ധാത്മാവ് നമ്മിൽ വാസം ചെയ്തു ശുദ്ധീകരിക്കുന്നു. നമ്മെ ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കുന്നു. പരിശുദ്ധാത്മാവ് ശുദ്ധിയുള്ള സ്ഥലത്തെ വസിക്കൂ. നമ്മിൽ വസിച്ച് ദിനം പ്രതി നമ്മെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന സത്യം നാം ഗ്രഹിക്കണം. നമ്മെ ഓരോ ദിവസവും ശുദ്ധീകരിക്കപ്പെട്ടവരായി ഒരു ദിവസം നമ്മെ ശുദ്ധവും നിഷ്കളങ്കവുമായി പുത്രൻ്റെ മുമ്പിൽ നിർത്തേണ്ടതിന് നമ്മെ ഒരുക്കുന്നു. സ്തോത്രം. ഈ സത്യം നാം മനസ്സിലാക്കിയാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണി കർത്താവിൻ്റെ വരവിനെ നോക്കി പാർത്തുകൊണ്ട് ജീവിക്കാനിടയാകും. നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കാൻ സാധിക്കുകയില്ല. പരിശുദ്ധാത്മാവാണ് നമ്മെ ശുദ്ധീകരിക്കുന്നത് എന്നറിഞ്ഞ് നമ്മുടെ ഹൃദയത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം പരിശുദ്ധാത്മാവിന് നൽകി ജീവിക്കുവാൻ ഇടവരട്ടെ. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ തന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. 1 കൊരിന്ത്യർ 6:19-20. അതേ സഹോദരിമാരെ, ഈ സത്യം നാം ഗ്രഹിക്കണം. 1 കൊരിന്ത്യർ 3:16-17 നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം ആകുന്നു എന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിക്കും. ഭയനിർദ്ദേശമാണിത്. ഭയത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇത് സ്ഥലസഭയോടനുബന്ധിച്ചും ചിന്തിക്കാവുന്നതാണ്. സ്ഥലസഭയിൽ കൂടിയാണ് ദൈവനാമം മഹത്വപ്പെടേണ്ടത്. അവിടെയാണ് അന്യോന്യം സ്നേഹം, സന്തോഷം, സമാധാനം എന്നിവ ഉണ്ടാകേണ്ടത്. സഹോദരങ്ങളെ സ്നേഹിക്കണം. സ്നേഹിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകും, സമാധാനം ഉണ്ടാകും. ആത്മഫലങ്ങൾ ഓരോന്നായി പുറപ്പെടുവിക്കുവാനും സാധിക്കും. അങ്ങനെ ഈ സത്യം ഗ്രഹിച്ച് ഓരോ ദിവസവും ദൈവനാമത്തിന് വേണ്ടി ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഈ വചനം കേട്ടിട്ട് ആരെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവർ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി ഹൃദയത്തിൽ അംഗീകരിപ്പാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്യാണ്. രക്ഷിക്കപ്പെടുന്നവരുടെ ഹൃദയത്തിലാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. പരിശുദ്ധാത്മാവാണ് പിന്നെ ഓരോ ദിവസവും സത്യത്തിൽ വഴി നടത്തുന്നത്.
നമ്മുടെ ചെറിയ വിശ്വാസം അത് വളർന്നുകൊണ്ടേയിരിക്കണം. നമ്മൾ രക്ഷിക്കപ്പെടുന്ന സമയത്ത് ഒരു ചെറിയ വിശ്വാസം ഒന്ന് ഏറ്റുപറഞ്ഞു, വിശ്വസിച്ച് ഏറ്റുപറഞ്ഞു. ആ സമയം കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാൻ വരികയാണ്. അന്ന് മുതൽ ദൈവത്തിൻ്റെ ഒരു പ്രക്രിയ നമ്മിൽ നടക്കുകയാണ്. നമ്മളെ ശിക്ഷിച്ചും നമ്മളെ കഴുകി ശുദ്ധീകരിച്ചും ചെത്തിയും വെടിപ്പാക്കിയും ഉള്ള ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതിന് ഈൽഡ് ചെയ്ത് അതിനെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്ത് ഓരോ ദിവസം ജീവിപ്പാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.